2026 മെയ് മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. ധനുക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ്. മൂലം നക്ഷത്രം, പൂരാടം നക്ഷത്രം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും ചേർന്നതാണ് ധനുക്കൂർ എന്ന് പറയുന്നത്. നാനാ വഴികളിലൂടെ, പല വിധത്തിലും നല്ല വഴികളിലൂടെ ധനം വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അതായത് ധനസമൃദ്ധിയാണ് കാണുന്നത്. അത് പല വഴികളിലാണ്. അതായത് നിക്ഷേപങ്ങളിൽ നിന്ന് ധാരാളം ധനസമൃദ്ധി ഉണ്ടാകും. അതുപോലെ കാർഷിക മേഖലകളിൽ നിന്ന് നല്ല രീതിയിൽ ധനം കിട്ടും. അതുപോലെ കുടുംബത്തിലെ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. ഏതെങ്കിലും തരത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ മറ്റോ പുതിയതായി തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ അതിൻ്റെ ലൈസൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, മറ്റുള്ള നടപടികൾ, സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടുന്നതിന് ഉള്ള കാലതാമസം വളരെ കുറവായിരിക്കും. അത് വേഗം തന്നെ ലഭിക്കുന്നതാണ്. വിദേശത്തേക്ക് പഠിക്കുവാനോ ജോലിക്കോ ശ്രമിക്കുന്നവർക്ക് വിസ, അതിനുള്ള നടപടികൾ, പേപ്പറുകളൊക്കെ ശരിയായി വേഗം പോകുന്നതിനും സാധിക്കുന്നതാണ്. ഭാര്യയോടും ബന്ധുക്കളോടും മറ്റുമുള്ള വഴക്കുകൾ മാറി ഒരുമിച്ച് പോകാൻ സാധിക്കുന്നു. ശത്രുക്കളിൽ നിന്നുള്ള ഭയം കുറയുന്നു. അതുപോലെ തന്നെ ശത്രുക്കൾ പ്രത്യക്ഷമായിട്ടോ അല്ലാതെയോ ഉള്ള ഉപദ്രവങ്ങളെല്ലാം തൽക്കാലം അവർ നിർത്തിവെക്കുന്നു. നേരത്തെ കൂട്ടുകെട്ടുകൾ, നേരത്തെ ചില ആൾക്കാർ, ചില നക്ഷത്ര ധനുക്കൂറിലുള്ളവർ ചില മോശപ്പെട്ട കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നുണ്ടായിട്ടുള്ള ചില കേസുകൾ അല്ലെങ്കിൽ സമൻസ് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ഉദരത്തിനുള്ള രോഗം ഉണ്ടെങ്കിൽ അത് വളരെ തക്കതായ ചികിത്സ ലഭിക്കുന്നു. എന്താണെന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ ചികിത്സ ലഭിക്കുന്നതിനാൽ അതിന് കുറവ് വരുന്നു. അകന്നു നിന്നതും വഴക്കിലുണ്ടായിരുന്നു ആയ ബന്ധുക്കളും സുഹൃത്തുക്കളെല്ലാം ഒത്തുകൂടുന്നു. അതുമൂലം പല രീതിയിലുള്ള സമൃദ്ധി ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഐശ്വര്യം ലഭിക്കുന്നു. എന്നാൽ ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും ലഭ്യമാകുന്നതാകാം. എല്ലാ കാര്യങ്ങളും ബുദ്ധിപൂർവം വളരെ ആലോചിച്ച് വേണം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനായിട്ട്. അതുപോലെ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ നല്ലതാണ്. പക്ഷെ അത് വളരെ ശ്രദ്ധിച്ച് അതിൻ്റെ വരും വരായികളൊക്കെ ആലോചിച്ച് അത് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ലൈസൻസ് ഒന്നും കിട്ടുന്നതിൽ ബുദ്ധിമുട്ടില്ല, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശാരീരിക ഉപദ്രവം വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതിനാൽ തർക്കങ്ങൾ, അതായത് വാക്ക് തർക്കങ്ങൾ, നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം എങ്കിലും മറ്റുള്ളവർ പറയുന്നത് സമ്മതിച്ചു കൊടുക്കണ്ട. പക്ഷേ നിങ്ങളൊന്നും മിണ്ടാണ്ട് നിന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ തർക്കിച്ച് ജയിക്കാൻ ശ്രമിച്ചാൽ വലിയ വഴക്കുണ്ടാവും. പിന്നെ അത് കേസ് നടപടികളൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ചില കാര്യങ്ങൾക്ക് മനോദുഃഖം വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ തൽക്കാലമാണ്, അത് മാറിക്കിട്ടും. അതുപോലെ അച്ഛന് ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ആരോഗ്യ പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഫലങ്ങൾ പറയുന്നത്. മൂലം നക്ഷത്രക്കാർക്കുള്ളതാണ് ആദ്യം പറയുന്നത്. 2.5 വയസ്സ് വരെയുള്ള മൂലം നക്ഷത്രക്കാർക്ക് കുറച്ചൊരു മോശം സമയമാണ്. എല്ലാവർക്കും അല്ല, ചിലർക്ക് ബാല്യകാലം, വളരെ ബാല്യകാലം, അതിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ വരാം, ചില പ്രയാസങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. 2.5 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ഉള്ളവർക്ക് തടസ്സങ്ങളില്ലാണ്ട് വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ചിലർക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല നിലവാരമുള്ള വിദ്യാലയങ്ങളിൽ ചേർന്ന് പഠിക്കുന്നതിനുള്ള ഭാഗ്യവും ചിലർക്ക് ലഭിക്കുന്നുണ്ട്. തടസ്സങ്ങൾ വരും എന്ന് തോന്നും. പല രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കുടുംബത്തിലുണ്ടായി വിദ്യാഭ്യാസം തടസ്സം വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടാകുമെങ്കിലും തീർച്ചയായിട്ടും തടസ്സം വരില്ല. അത് ആ സമയമാകുമ്പോൾ കൃത്യമായി നടന്നു തന്നെയാകും. ചില രോഗങ്ങൾ പ്രയാസപ്പെടുത്തുമെങ്കിലും അതൊന്നും തന്നെ വിദ്യാഭ്യാസത്തിന് തടസ്സമാകുന്നില്ല. 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് ചില ഒരു ധനനാശം കാണുന്നു. അത് വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ധനനാശം ഒഴിവാക്കാവുന്നതാണ്. ഈ സമയം ധനപരമായ ഒരു അച്ചടക്കം പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചിലവുകളൊന്ന് ചുരുക്കുക, വിനോദങ്ങൾ കുറയ്ക്കുന്നതും നിർത്തുക, കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതും നിർത്തുന്നത് വളരെയധികം നല്ലതായിരിക്കും. അതുപോലെ 26 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ സാമ്പത്തിക അച്ചടക്കം പാലിച്ച് നല്ല രീതിയിൽ സമ്പാദിച്ച ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ഗുണഫലങ്ങൾ ഈ കാലയളവിൽ അവർക്ക് ലഭിക്കുന്നതാണ്. 26 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള കാലയളവിൽ വളരെ മികച്ച സാമ്പത്തിക നേട്ടം അവർക്ക് ലഭിക്കുന്നതാണ്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്തുവാൻ സാധിക്കുന്നു. നല്ല ഉന്നത വിദ്യാഭ്യാസം, അവരുടെ
കഴിവിനനുസരിച്ചുള്ള ഉന്നത വിദ്യാഭ്യാസം അവർക്ക് ലഭിച്ചിരിക്കുന്നതിനാൽ അതനുസരിച്ചുള്ള നല്ല ഒരു തൊഴിൽ ലഭിക്കുന്നതിനും ഉള്ള സാധ്യതയുണ്ട്. ഈ തൊഴിൽ ലഭിച്ചു കഴിഞ്ഞവർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ശാരീരികമായും മാനസികമായും ആരോഗ്യം നല്ല രീതിയിൽ അവർക്ക് ലഭിക്കുന്നൊരു സമയമാണ്. സ്വന്തമായി ഭൂമിയും വീടും വാഹനങ്ങളും ഇവർക്ക് നേടുന്നതിന് സാധിക്കും. 36 വയസ്സ് മുതൽ 43 വയസ്സ് വരെയുള്ളവർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. എല്ലാവർക്കുമല്ല, ചിലർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. അത് കൂടുതലും ഇതിൽ കാണുന്നത് വയർ സംബന്ധമായ അവയവങ്ങൾക്കുള്ളതാണ്. അപ്പൻഡിക്സ്, ഹെർണിയ, പൈൽസ് തുടങ്ങിയ അവയവങ്ങൾക്കുള്ള സർജറി ആയിരിക്കും എന്നാണ് പറയുന്നത്. 43 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ളവർക്ക് ബുദ്ധിശൂന്യത ഉണ്ടാവാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ആ ഗ്രഹങ്ങളുടെ ഒരു നിലനിൽപ്പ് കൊണ്ടാണ് അങ്ങനെ ഒരു ബുദ്ധിക്കൊരു ചെറിയ ഒരു വ്യത്യാസം വരുന്നത്. ബുദ്ധിമാന്ദ്യമല്ല, ബുദ്ധിശൂന്യത. അതായത് നമ്മളൊരു കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കുമ്പോൾ അത് കൃത്യത ഉണ്ടാവില്ല. ചിലപ്പോൾ അത് മോശമായിട്ടുള്ള ദോഷങ്ങൾ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീരുമാനങ്ങൾ ഈ കാലഘട്ടത്തിൽ 43 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അനുഭവ സമ്പത്തും വിശ്വസിക്കാൻ കൊള്ളാവുന്നതുമായ ആൾക്കാരുടെ ഒരു അഭിപ്രായം കൂടി തേടിയിട്ട് വേണം ഈ കാലഘട്ടത്തിൽ ഓരോ വലിയ തീരുമാനങ്ങൾ ഒക്കെ എടുക്കുന്നതിലേക്ക് വേണ്ടി. 61 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് ധാരാളം ധനം ലഭിക്കുന്ന ഒരു സമയമാണ്. പല നേരായ വഴികളിലൂടെയും അവർക്ക് ധനം ലഭിക്കാം, മനസ്സമാധാനം ലഭിക്കാം, ഐശ്വര്യങ്ങൾ ലഭിക്കാം. മക്കളും മരുമക്കളും കൊച്ചുമക്കളുമായി സന്തോഷം അവർക്ക് ആ വാർദ്ധക്യകാലം ജീവിക്കുന്നതിനുള്ള മഹാഭാഗ്യവും അവർക്ക് ലഭിക്കുന്നു. അടുത്ത പൂരാടം നക്ഷത്രക്കാർക്കുള്ളതാണ്. 15 വയസ്സ് വരെയുള്ള പൂരാട നക്ഷത്രക്കാർക്ക് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ഒത്തുചേരലുകൾ കുടുംബത്തിൽ നടക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് ചിലരെ വിദ്യാഭ്യാസങ്ങൾ തടസ്സം വരും എന്നുള്ള ഒരു കാലഘട്ടം എത്താം. എങ്കിലും അത് അവസാന ഇതിൽ തടസ്സമില്ലാണ്ട് അത് പോകാൻ സാധിക്കും. അച്ഛനും അമ്മയും തമ്മിൽ വഴക്കിട്ട് മാറി താമസിക്കുന്നതിനൊരു സാധ്യത കൂടി കാണുന്നുണ്ട്. വളരെ ദൂരെ മാറി താമസിക്കേണ്ട ഒരു സാധ്യതയും കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിൽ ചിലർ വഴക്കിട്ടിട്ട് ബന്ധം വേർപെടുത്താൻ ഒരു സാധ്യത ചെറുതായിട്ട് കാണുന്നുണ്ട്. ഇനി ഇതിൽ ചിലർക്ക്, ഈ ചില പുരാണ നക്ഷത്രക്കാർക്ക് അച്ഛൻ്റെയോ അമ്മയുടെയോ ആരെങ്കിലും ഒരാളിൻ്റെ വാത്സല്യം മാത്രമേ ഈ പ്രായം വരെ ലഭിക്കൂ എന്നും കാണുന്നുണ്ട്. 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ളവർക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങൾ വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അശ്രദ്ധ കാണിച്ചാൽ ധനനഷ്ടം വരാം. സ്വന്തം നാട്ടിൽ നിന്നും അന്യനാട്ടിലേക്ക് പോയി താമസിക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. വാഹന അപകടങ്ങൾ ഉണ്ടാകും എന്നുള്ളതിനാൽ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. 21 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ളവർക്ക് വളരെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. ധനം, ധാന്യം, എല്ലാ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നു. വിദ്യാഭ്യാസം അവർക്ക് ഒരു ലക്ഷ്യത്തോടെ എനിക്ക് ഇന്ന ഒരു ഇതിൽ എത്തിച്ചേരണം എന്നുള്ളൊരു മനസ്സിൻ്റെ ആ ഒരു തീഷ്ണത ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ആ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട തൊഴിലിൽ പ്രവേശിക്കുന്നതിനും സാധിക്കുന്നു. യാതൊരു തടസ്സങ്ങളുമില്ലാണ്ട് അവർക്ക് ആ തൊഴിൽ ലഭിക്കുന്നു. 31 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ളവർക്ക് അത്യാവശ്യമായി ഇതിൽ ചില പൂരാട നക്ഷത്രക്കാർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. അതല്ലെങ്കിൽ വിദഗ്ധ ചികിത്സയും വേണ്ടി വന്നതായിട്ടാണ് കാണുന്നത്. തീപ്പൊള്ളൽ, ഇലക്ട്രിക് ഷോക്ക് എന്നിവ മൂലം ഉണ്ടാകാനുള്ള ചില ഒരു ദോഷങ്ങളും കാണുന്നുണ്ട്. 38 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ള പൂരാട നക്ഷത്രക്കാർക്ക് മരണഭയം വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അത് ഏതിനെയും ഒരു ഭയം വരാം. അവർക്ക് ജീവിതത്തോട് വെറുപ്പും നിരാശയും അവർക്ക് തോന്നേണ്ട ഒരു സമയമാണ്. ചിലപ്പം ഈ സർവീസിൽ ഇരുന്നിട്ട് പെൻഷൻ ആകുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഒന്നും സമ്പാദിച്ചില്ലല്ലോ, അല്ലെങ്കിൽ മക്കളെ കെട്ടിച്ചയച്ചില്ല, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചില വിചാരങ്ങൾ മൂലം ഒരുപാട് നിരാശ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ആ സമയത്ത് ബുദ്ധിപരമായി നിങ്ങൾ ഓരോന്ന് ആലോചിച്ച് പ്രവർത്തിച്ചാൽ അത് മാറാവുന്നതാണ്. അതുപോലെ തന്നെ വിഷബാധ ഏൽക്കാനുള്ള ഒരു സമയവും കൂടി ചില പുരാണ നക്ഷത്രക്കാർക്ക് കാണുന്നതിനാൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ ഒടിവ്, ചതവ് എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു സർജറിയും കൂടി ഈ സമയം പറയുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. 56 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ളവർക്ക് മുൻകാലങ്ങളിൽ അനുഭവിച്ച ചില ബുദ്ധിമുട്ടുകൾ, സർജറി മൂലവും അല്ലാതെയും ഒടിവ്, ചതവ് അല്ല പല പ്രശ്നങ്ങൾ മൂലമുള്ള ആ ബുദ്ധിമുട്ടുകളെല്ലാം, കഷ്ടപ്പാടുകൾ അവർക്ക് മാറിക്കിട്ടുന്നു. വളരെ ആശ്വാസം ലഭിക്കുന്നു, വളരെ നേട്ടങ്ങൾ ലഭിക്കുന്നു, ധനലാഭം ഉണ്ടാകുന്നു, സമൃദ്ധി ഉണ്ടാകുന്നു. മാത്രമല്ല ആത്മീയതയിലേക്ക് പോകുന്നതിനും അവർക്ക് സാധിക്കുന്നു.
72 വയസ്സിന് മുകളിലോട്ടുള്ള പൂരാട നക്ഷത്രക്കാർക്ക് കുറച്ച് മോശം സമയമാണ്. അപവാദം കേൾക്കുന്നതിനുള്ളൊരു സമയമുണ്ട്. അതുകൊണ്ട് യാതൊരു കാരണവശാലും നിങ്ങൾ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ അങ്ങനെ യാതൊരുവിധ നടപടികളിലും പോകാണ്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. പിന്നെ ഇതിൽ ചില പൂരാട നക്ഷത്രക്കാർക്ക് വിദേശവാസം ചെയ്യുന്നതിനും അവിടെ സ്ഥലങ്ങളൊക്കെ കാണുന്നതിനും അവിടെ താമസിക്കുന്നതിനൊരു ഭാഗ്യവും കൂടി പറയുന്നുണ്ട്. അടുത്ത ഉത്രാട നക്ഷത്രക്കാർക്കുള്ളതാണ്. 10 വയസ്സ് വരെയുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് ഒരു പരിധി വരെ അവർക്ക് നല്ലൊരു സമയമാണ്. കുടുംബത്തിൽ ധനം വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. വസ്തുവകകളോ വീടോ ഒക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ഈ കുട്ടിയുടെ അച്ഛനമ്മമാർക്ക് പിതൃസ്വത്തായൊക്കെ ലഭിക്കുന്ന വസ്തുവകകളാണ് കൂടുതൽ സാധ്യത കിട്ടുന്നതിലേക്ക് വേണ്ടി. അത് വീടായിട്ടോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളായിട്ടോ അല്ലെങ്കിൽ പണമായിട്ടോ ലഭിക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. ചില കുട്ടികൾക്ക് ആസ്മ, ശ്വാസമുട്ടൽ പോലുള്ള കഫത്തിൻ്റെ ശല്യം മൂലമുള്ള അസുഖങ്ങൾ വരുന്നതിനും സാധ്യത കാണുന്നുണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ ചില ഉത്രാട നക്ഷത്രക്കാർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ അശ്രദ്ധ കാണിച്ചാൽ പഴി കേൾക്കേണ്ടി വരാം. കാര്യം നമ്മൾ ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ പലരിൽ നിന്നും ചെയ്യാത്ത കാര്യങ്ങൾക്ക് നമ്മൾ പഴി കേൾക്കേണ്ടതായിട്ടൊരു സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കുക. അത് ചിലപ്പോൾ ഒരു പോലീസ് പരാതിയൊക്കെ ആകാം. അതുമൂലം മാനസിക സംഘർഷം ഉണ്ടാകുന്നതിനും ഒരു സാധ്യതയുള്ളതിനാൽ അത് ശ്രദ്ധിക്കുക. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു ധനനാശം കാണുന്നു. ആയതിനാൽ സാമ്പത്തിക അച്ചടക്കം ഈ സമയം പാലിക്കുന്നത് നല്ലതായിരിക്കും. ജോലിയൊക്കെ കിട്ടി, നല്ല വിദ്യാഭ്യാസമൊക്കെ കിട്ടി, ജോലിയൊക്കെ കിട്ടി വരുമ്പോൾ പൈസകളൊക്കെ ഒന്ന് അച്ചടക്കം പാലിക്കുക, സമ്പാദിച്ച് വയ്ക്കാൻ ശ്രമിക്കുക. പല ആപത്തുകളും ഉണ്ടാകുന്നതിൻ്റെ ഒരു സാധ്യത ഉള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക. മാനസിക സംഘർഷം വരാം. അത് മാനസിക സംഘർഷം ഏതെങ്കിലും രീതിയിൽ വരികയാണെങ്കിൽ ഒരു കാരണവശാലും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയാകരുത്. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് ഇതിൽ ചില ആൾക്കാർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുമ്പേ പറഞ്ഞതുപോലെ ഒരു സാമ്പത്തിക അച്ചടക്കവും ജീവിതത്തിലൊരു അച്ചടക്ക ശൈലിയും കൊണ്ടുവന്നതിനാൽ അവർക്ക് വളരെയധികം ധനനേട്ടങ്ങളും മാനസികമായിട്ടുള്ള ഉല്ലാസങ്ങളും അവർക്ക് ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും എല്ലാം മാറി അവർക്ക് സർവ്വവിധ സുഖ സമൃദ്ധിയോടെ അവർക്ക് ലഭിക്കുന്നതാണ്. എല്ലാ സമൃദ്ധി ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കും. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് അവർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ നേരത്തെ പോലെ തന്നെ ചെയ്യാത്ത കാര്യങ്ങൾക്ക് ഒരു അപവാദം കേൾക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങളെ ട്രാപ്പിൽപ്പെടുത്തി, അത് നിങ്ങളെ കെണിയിൽപ്പെടുത്തി നിങ്ങൾ ചെയ്യാത്ത കാര്യം നിങ്ങളുടെ തലയിൽ അടിച്ച് ഏൽപ്പിച്ച് വയ്ക്കേണ്ട ഒരു സാഹചര്യം ഇതിൽ ചില ഉത്രാട നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ വളരെ ശ്രദ്ധിക്കുക. ഒരു മാനഹാനി വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അങ്ങനെ അശ്രദ്ധ കാണിച്ചാൽ പോലീസ് പരാതി, കോടതി നടപടികളൊക്കെ വന്നേക്കാം. അതുപോലെ ഇണയുടെ ഒരു വേർപാട്, ഒന്നീ രണ്ടുപേരും തമ്മിൽ വിദേശ രാജ്യങ്ങളിൽ വളരെ ദൂര രാജ്യങ്ങളിലായിരിക്കാം എന്നുള്ളതായ ഒരു വേർപാട് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ ഈ സമയത്ത് ഒരിക്കലും ആകാശക്കോട്ടകൾ കെട്ടുമാതിരി ഭയങ്കരമായ സ്വപ്നങ്ങൾ കണ്ടിട്ട് അതിൻ്റെ പിറകെ പോയി വലിയ വലിയ ബിസിനസ് ചെയ്യുകയോ പുതിയ സംരംഭങ്ങൾ ആലോചിക്കുകയോ ഒന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വിദഗ്ധനായ ഒരു പണ്ഡിതനായ ഒരു ജ്യോതിഷനെ നിങ്ങൾ സമീപിച്ച് നിങ്ങൾക്ക് കാലം അനുകൂലമാണോ എന്ന് ഒന്നുകൂടി നിങ്ങൾ ജാതകം കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. ഇത് ഒരു സാമാന്യ ഫലമാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ചിലർ സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോയി ചേക്കേറുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട് ഈ പ്രായത്തിൽ. 70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മിക്കവാറും യാതൊരു തടസ്സങ്ങളുമില്ലാണ്ട് നടന്നു കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. രോഗങ്ങൾ കൊണ്ടുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം എങ്കിൽ തന്നെയും അവർക്ക് ധനത്തിനും ധാന്യത്തിനും ഒന്നും ഒരു കുറവ് വരുന്നില്ല. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ്. ആ ജാതകം പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യതയോടെ നമുക്ക് പ്രവചിക്കാൻ സാധിക്കൂ. നിങ്ങൾക്ക് ഉള്ള മുഹൂർത്തപരമായോ ജ്യോതിഷപരമായോ വാസ്തുപരമായോ പൂജോപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന മെയ് മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.